ഇപ്പോൾ കോൺഗ്രസ് നേതാവ് വസന്ത് സിറിയ കൂടിച്ചേരുകയാണ്. വസന്ത്, ഇവിടെ എ വിജയരാഘവൻ ചൂണ്ടിക്കാട്ടിയത് വളരെ കൃത്യമായൊരു രാഷ്ട്രീയമാണ്. അത് SDP-യുടെയും ജമാഅത്തിൻ്റെയും തണലിൽ ലീഗ് എടുക്കുന്ന വർഗീയ നിലപാടുകൾ, ആ നിലപാടുകൾ, അതായത് അങ്ങനെ തുറന്നു പറയുമ്പോൾ അതൊരു സമുദായത്തിനെതിരെയാണെന്നും വർഗീയതയാണ് എ വിജയരാഘവൻ പറയുന്നു എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് ചോദ്യം ഇവിടെ വരുന്നത്. ഏത് കാലഘട്ടത്തിലാണ് ഈ വർഗീയതയുമായി സന്ധി ചെയ്യാതിരുന്നിട്ടുള്ളത് UDF? ഏറ്റവും ഒടുവിലായ തെരഞ്ഞെടുപ്പിൽ വരെ പാലക്കാട് ഉണ്ടായില്ലേ, വയനാട്ടിലുണ്ടായില്ലേ? പാലക്കാട്ട് നിങ്ങൾ ജയിച്ചപ്പോൾ ആദ്യം അവിടെ ആഹ്ലാദ പ്രകടനം നടത്തിയവരാണ് SDP-I. അതിൻ്റെ അവകാശം അവർ ഏറ്റെടുത്തു. ഇവിടെ വളരെ കൃത്യമായൊരു നിലപാട്, മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം വളരെ കൃത്യമായൊരു നിലപാട് പറയുമ്പോൾ അതിനെ വളച്ച് തിരിച്ച് ഒഴിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാകുന്നുണ്ട് വസന്ത്. അങ്ങനെയാണെങ്കിൽ SDP-I ഒരു വർഗീയ പാർട്ടിയാണ് എന്നാണല്ലോ നിങ്ങളുടെ നിലപാട്. ഞങ്ങളുടെ നിലപാട് അത് തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ നിലപാടും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് പാലക്കാട് SDP-യുടെ വോട്ട് ഞങ്ങൾ വാങ്ങിയെന്നാണ്. പക്ഷെ SDP-യുടെ വോട്ടല്ല, ഞങ്ങൾക്ക് അവിടെ SDP-യുടെയും BJP-യുടെയും CPM-ന്റെയും CPI-യുടെയും വോട്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവരുടെയും വോട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് 3000 വോട്ടിന്റെ മാർജിനിൽ ജയിച്ചിരുന്നിടത്ത് അതിന്റെ 6 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ജയിക്കണമെങ്കിൽ BJP-ക്കാരൻ്റെ വോട്ട് വേണ്ടി വരും, SDP-യുടെ വേണ്ടി വരും, CPM-ന്റെ വോട്ട് വരും. ബഹുജനങ്ങളുടെ വോട്ടാണ് ഞങ്ങളെ ജയിപ്പിച്ചത്. ഇനി SDP-യുടെ വർഗീയ വോട്ട് എന്നൊരു നിലപാട് നിങ്ങൾക്കുണ്ടെങ്കിൽ പത്തനംതിട്ട നഗരസഭയിൽ നിങ്ങൾ SDP-യുടെ കൂടെ ഭരിക്കില്ലേ? അഭിമന്യുവിന്റെ നാട്ടിൽ നിങ്ങൾ, അതായത് അഭിമന്യു കേസിൽ പ്രതിചേർക്കപ്പെട്ട SDP-യുമായി അഭിമന്യുവിന്റെ നാട്ടിൽ CPM ബാന്ധവം ഉണ്ടാക്കിയില്ലേ? കേരളത്തിൽ എത്ര നഗരസഭകൾ, എത്ര പഞ്ചായത്തുകൾ SDP-ഐ ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട്? എന്റെ നാട് കോട്ടയത്ത് ഈരാറ്റുപേട്ടയിൽ ദിവസങ്ങളാണെങ്കിൽ പോലും SDP-യോട് ചേർന്ന് നിങ്ങൾ സന്ധി ചെയ്ത് അധികാരത്തിൽ ഇരുന്നിട്ടില്ലേ? അപ്പൊ അതിനൊന്നും വർഗീയത കാണാൻ എന്തുകൊണ്ടാണ് ഈ പോളിറ്റ് ബ്യൂറോ അംഗത്തിന് സാധിക്കാത്തത്? ഞങ്ങൾ കേരളത്തിൽ ഒരിടത്തും, ഞങ്ങൾ ആർജവത്തോടു കൂടി പറയുന്നു, ഒരിടത്തും ഒരു പഞ്ചായത്തിൽ പോലും SDP-ക്കോ BJP-ക്കോ ഒപ്പം ഞങ്ങൾ ദിവസങ്ങൾ പോയിട്ട് മണിക്കൂറുകൾ പോലും ഭരണത്തിൽ ഇരുന്നിട്ടില്ല. അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. പക്ഷേ CPM-നെ സംബന്ധിച്ച് BJP-ക്കൊപ്പം SDP-ക്കൊപ്പം എത്രയെത്ര കണക്കുകൾ ഞാൻ പറയണം. 1 ഡസനിലേറെ പഞ്ചായത്തുകളിൽ, 1 ഡസനിലേറെ നഗരസഭകളിൽ അധികാരം പങ്കിട്ടില്ലേ? തിരുവനന്തപുരം ജില്ലയിൽ അങ്ങിരിക്കുന്ന തിരുവനന്തപുരത്ത് 3ഓ 4ഓ എടുത്ത് SDP-യുടെ സഖ്യത്തിലല്ലേ നിങ്ങൾ ഭരിക്കുന്നത്? SDP-യും ജമാഅത്തെ ഇസ്ലാമിയും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തൊട്ട് തീണ്ടാത്തത്? അല്ല വസന്ത് പറഞ്ഞതിനകത്ത് തന്നെ പ്രശ്നമുണ്ട്. അതായത് കൃത്യമായ നിലപാടെടുത്തു SDP-I, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള വർഗീയ സംഘടനകൾ, ആ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് നിലപാടെടുക്കുന്ന ഒരു പ്രസ്ഥാനവും അത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനവും. പക്ഷേ ആരുടെ വോട്ടും വസന്ത് തന്നെ പറഞ്ഞാണ്, ആരുടെ വോട്ടും സ്വീകരിക്കാം. ഇവിടെ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ആ പ്രസ്ഥാനങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നത് അത് RSS ആയാലും, RSS ഉയർത്തുന്ന ഹിന്ദുത്വ രാഷ്ട്രീയമായാലും, അതോടൊപ്പം തന്നെ ജമാഅത്ത് ഉയർത്തുന്ന മൗദൂദി നിലപാടുകളായാലും അതിനെ കൃത്യമായി എതിർക്കുക എന്നുള്ളതാണ് CPM-ന്റെ നിലപാട്. ഇവിടെ നിങ്ങൾ പരസ്യമായി വസന്ത് അടക്കം പറയുകയാണ്, നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം പറയുകയാണ്, ഞങ്ങൾ SDP-യുടെ വോട്ട് മേടിച്ചുകൊണ്ട് തന്നെ പോകുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആർക്കാണ് പിന്തുണ കൊടുക്കുന്നത്? നിങ്ങൾ ആർക്കാണ് ഒത്താശ പാടുന്നത് എന്നുള്ള ചോദ്യമാണ്. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ ലീഗിനെ തൊട്ടാൽ അത് മുസ്ലിം സമുദായത്തെ തൊടുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ വ്യാഖ്യാനം ചമയ്ക്കുന്നത് നിങ്ങളല്ലേ? ഇത് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ വർഗീയത ചേരിതിരിവ് സൃഷ്ടിക്കുന്നത് നിങ്ങളാണ് എന്നുള്ളത് തന്നെയാണ്. ആ വർഗീയ ചേരിയുടെ വോട്ട് മേടിച്ച് നിങ്ങളാണ് ജയിച്ചതെന്നാണ് എ വിജയരാഘവൻ പറഞ്ഞത്. അതിനെ കള്ളക്കണക്കുകൾ കൊണ്ട് അവിടെ ഈരാറ്റുപേട്ടയിൽ SDP-യുടെ വോട്ട് വാങ്ങിയല്ലേ നിങ്ങൾ പഞ്ചായത്ത് ഭരിക്കുന്നത് ചോദിച്ചാൽ ബാലിശമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പോകരുത് വസന്തേ. അല്ല ശ്രീ സിജു, അങ്ങനെയാണെങ്കിൽ അല്ല, ഈരാറ്റുപേട്ടയിലും ഞാൻ ചോദിച്ചത് ബാലിശമല്ല, കാര്യം വോട്ട് മേടിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. ഈരാറ്റുപേട്ടയിലും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും. അല്ല വസന്തേ, വളരെ നമുക്ക് ഇതിലേക്ക് വരാം. നിങ്ങൾ SDP-I നിങ്ങളെ സംബന്ധിച്ച് SDP-യും ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അപ്പൊ ഞാൻ നേരെ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയാണോ? ആണെന്നാണോ CPM-ന്റെ നിലപാട്? ആണ് എന്നാണെങ്കിൽ തീർച്ചയായും. അതായത് വസന്ത്, ഇതിൽ വിജയരാഘവൻ പറഞ്ഞ കാര്യം അതിലേക്ക് തന്നെ നമുക്ക് വരാം. എന്താണ് പറഞ്ഞത്? വർഗീയ ചേരി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SDP-I, ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് വളരെ കൃത്യമായി തന്നെ നിലപാടെടുത്തു. ഇങ്ങനെ ഒരു കൂട്ടുകെട്ട്, കോൺഗ്രസ്, ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, SDP-I, ഈ കൂട്ടുകെട്ടിൻ്റെ വോട്ട് വാങ്ങൽ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടതാണ്. അത് വർഗീയത തന്നെയാണ്. ഒരു മതത്തിൻ്റെ പേരിൽ, മത സമുദായത്തിൻ്റെ പേരിൽ വർഗീയ രാഷ്ട്രീയം കളിക്കുന്ന നിലപാട് ശരിയാണോ എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ അങ്ങ് തന്നെ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങേ വിശ്വാസമാണ്.
അങ്ങ് കൈരളിയിലെ തന്നെ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്. എനിക്ക് അങ്ങനെ വിശ്വാസമാണ്. അങ്ങ് പറയുന്നു CPM-ന്റെ നിലപാട് ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ സംഘടനയാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പിണറായി ഗവൺമെന്റിന്റെ അവസാന ഘട്ടത്തിൽ, ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ അവസാന ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ പിണറായി വിജയനെ സന്ദർശിക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഒരു വിമർശനം ഉന്നയിച്ചപ്പോൾ പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ്, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കിയാൽ, ഞങ്ങളെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചാൽ എന്തിനാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്ര ഹാലിളകുന്നത് എന്നാണ് ചോദിച്ചത്. അതായത് നിങ്ങളെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചാൽ, നിങ്ങളെ SDPI പിന്തുണച്ചാൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്താതെ അങ്ങനെ പിണറായി പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മയിലില്ല. ഏതായാലും ഈ സോഷ്യൽ മീഡിയയിലടക്കം അത് നമുക്കറിയാം. സോഷ്യൽ മീഡിയയിലടക്കം നിങ്ങളെടുത്ത് പഴയ ഏതോ ചിത്രങ്ങൾ എടുത്തു വെച്ച് കാണിക്കുന്നതൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്.